ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഒരു നിലവറ, 10 തട്ടുകളുള്ള ഒരു സൈന്യത്തിന് പോലും എളുപ്പത്തിൽ കടന്നു ചെല്ലാൻ പറ്റാത്ത സുരക്ഷാ സംവിധാനം. അവിടെ നിന്ന് 100 മില്യൺ ഡോളറിലധികം വില വരുന്ന വജ്രങ്ങൾ, അതായത് ഇന്നത്തെ ഏകദേശം 850 കോടി ഇന്ത്യൻ രൂപയുടെ വജ്രങ്ങൾ ഒരു തരി പോലുമില്ലാതെ അപ്രത്യക്ഷമാകുന്നു. ഇത് നടന്നത് 2003 ഫെബ്രുവരിയിലെ ഒരു തണുത്ത വാരാന്ത്യത്തിലാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ വജ്രക്കൊള്ളകളിലൊന്നായി ഇതറിയപ്പെടുന്നു. എന്നാൽ ഇതിലെ ഏറ്റവും വിചിത്രമായ കാര്യം അതല്ല. വർഷങ്ങൾക്കു ശേഷം പോലീസ് കള്ളന്മാരെ പിടികൂടിയെങ്കിലും അവർ ജയിലിലായെങ്കിലും ആ വജ്രങ്ങൾ എവിടെയാണെന്ന് ഇന്നുവരെ ആർക്കും അറിയില്ല. മോഷ്ടിക്കപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ വജ്രങ്ങളിൽ ഭൂരിഭാഗവും കണ്ടെടുക്കാനായിട്ടില്ല. എങ്ങനെയാണ് അവർ ആ ഭേദിക്കാനാവാത്ത കോട്ട തകർത്തത്? ലോക പോലീസിനെ ഞെട്ടിച്ച ആ ബുദ്ധിരാക്ഷസൻ ആരായിരുന്നു? എല്ലാത്തിനും ഉപരിയായി ആ കോടിക്കണക്കിന് വില വരുന്ന വജ്രങ്ങൾ എവിടെയാണ് അപ്രത്യക്ഷമായത്? നമുക്ക് കണ്ടെത്താം നൂറ്റാണ്ടിന്റെ കവർച്ച എന്ന കുപ്രസിദ്ധി നേടിയ ആന്റ്വേർപ്പ് വജ്രക്കൊള്ളയുടെ കഥ. നമ്മുടെ കഥ തുടങ്ങുന്നത് യൂറോപ്പിലെ കൊച്ചു രാജ്യമായ ബെൽജിയത്തിലെ ആൻവേർപ്പ് എന്ന നഗരത്തിൽ നിന്നാണ്. ഈ പേര് നമുക്ക് പൊതുവിൽ അത്ര പരിചിതമായിരിക്കില്ല. എന്നാൽ വജ്രവ്യാപാരികളുടെ ലോകത്ത് ആന്റ്വേർപ്പ് ഒരു സ്വപ്ന നഗരമാണ്. കാരണം ലോകത്ത് വിൽക്കപ്പെടുന്ന 85% അസംസ്കൃത വജ്രങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഈ ഒരൊറ്റ നഗരത്തിൽ വെച്ചാണ്. മിനുക്കിയെടുത്ത വജ്രങ്ങൾ പകുതിയോളവും ഇവിടെയാണ് കച്ചവടം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൻവേർപ്പിന് ഒരു ഇരട്ട പേരുമുണ്ട്, ലോകത്തിന്റെ വജ്ര തലസ്ഥാനം. ഈ കോടിക്കണക്കിന് ഡോളറുകളുടെ വ്യാപാരം നടക്കുന്നത് നഗരത്തിലെ വെറും ഒരു ചതുരശ്ര മൈൽ ചുറ്റളവുള്ള ഡയമണ്ട് ഡിസ്ട്രിക്ട് എന്നറിയപ്പെടുന്ന ഒരിടത്താണ്. എങ്ങോട്ട് നോക്കിയാലും ക്യാമറകൾ, തോക്കേന്തിയ പോലീസുകാർ, രഹസ്യാന്വേഷണ ഏജന്റുമാർ. 24 മണിക്കൂറും കനത്ത സുരക്ഷയാണിവിടെ. കാരണം ഇവിടുത്തെ ഓരോ കെട്ടിടത്തിലും സൂക്ഷിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ പണവും സ്വർണവും അതിനേക്കാളെല്ലാം വിലപിടിപ്പുള്ള വജ്രങ്ങളുമാണ്. ഡയമണ്ട് സെന്ററിന്റെ ഹൃദയഭാഗത്താണ് ആന്റ്വേർപ്പ് വേൾഡ് ഡയമണ്ട് സെന്റർ സ്ഥിതി ചെയ്യുന്നത്. പുറമേ നിന്ന് നോക്കിയാൽ ഇതൊരു സാധാരണ ഓഫീസ് കെട്ടിടം പോലെ തോന്നിയേക്കാം. പക്ഷേ അതൊരു ഉരുക്കു കോട്ടയാണ്. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള രത്നങ്ങൾ സൂക്ഷിക്കുന്ന ഒരിടം. ഈ കെട്ടിടത്തിന്റെ അടിത്തട്ടിലുള്ള ആർക്കും ഭേദിക്കാനാകില്ലെന്ന് ലോകം വിശ്വസിച്ച ഒരു നിലവറയിലാണ് നമ്മുടെ കഥയിലെ ആ കവർച്ച നടക്കുന്നത്. ആൻവേർപ്പ് ഡയമണ്ട് സെന്ററിലെ നിലവറ വെറും ഒരു ലോക്കർ ആയിരുന്നില്ല, അതൊരു എഞ്ചിനീയറിംഗ് മാർവലായിരുന്നു. 10 തട്ടുകളുള്ള സുരക്ഷാ കവചം കൊണ്ട് അത് സംരക്ഷിക്കപ്പെട്ടിരുന്നു. ഒന്നാമതായി, ഈ നിലവറ കെട്ടിടത്തിന്റെ 2 നിലകൾക്ക് താഴെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി വാതിലിന്റെ കാര്യമാകട്ടെ, 3 ടൺ ഭാരമുള്ള കട്ടിയേറിയ സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച ഭീമാകാരമായ ഒരു വാതിൽ. അത് തുറക്കണമെങ്കിൽ വളരെ സങ്കീർണമായ, പകർപ്പെടുക്കാൻ അസാധ്യമെന്ന് കരുതിയ ഒരു താക്കോൽ വേണമായിരുന്നു. താക്കോൽ മാത്രം കിട്ടിയാൽ പോരാ, വാതിലിൽ ഘടിപ്പിച്ചിരിക്കുന്നത് 10 കോടി വ്യത്യസ്ത കോമ്പിനേഷനുകളുള്ള ഒരു കോമ്പിനേഷൻ ലോക്കാണ്. ഒരാൾ നിർത്താതെ ഓരോ കോമ്പിനേഷനും പരീക്ഷിച്ച് നോക്കിയാൽ പോലും ആ ലോക്ക് തുറക്കാൻ വർഷങ്ങൾ എടുത്തേക്കാം. ഇനി അഥവാ വാതിൽ തുറന്നകത്ത് കടന്നാലോ? വാതിലിനു ചുറ്റും ഒരു ശക്തമായ കാന്തിക വലയമുണ്ട്. ആരെങ്കിലും വാതിൽ അനധികൃതമായി തുറക്കാൻ ശ്രമിച്ചാൽ ആ കാന്തിക മണ്ഡലം ഭേദിക്കപ്പെടുകയും ഉടൻ തന്നെ അലാറം മുഴങ്ങുകയും ചെയ്യും. നിലവറയുടെ ഉള്ളിലാണെങ്കിൽ മനുഷ്യന്റെ ശരീരത്തിലെ ചൂട് തിരിച്ചറിയുന്ന ഇൻഫ്രാറെഡ് ഹീറ്റ് ഡിറ്റക്ടറുകളും ചെറിയ ചലനങ്ങൾ പോലും തിരിച്ചറിയുന്ന ഡോപ്ലർ റഡാർ സെന്ററുകളും സ്ഥാപിച്ചിരുന്നു. തറയിൽ അതിസൂക്ഷ്മമായ പ്രകമ്പനങ്ങൾ പോലും പിടിച്ചെടുക്കുന്ന സീസ്മിക് സെൻസറുകളുമുണ്ട്. ആരെങ്കിലും നിലവറ തുരക്കാൻ ശ്രമിച്ചാൽ പോലും ഈ സെൻസർ അത് തിരിച്ചറിയും. ഇതിനെല്ലാം പുറമെയാണ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന CCTV ക്യാമറകളും സ്വകാര്യ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കാവലും. ഇങ്ങനെ ഒരു സ്ഥലത്ത് മോഷണം നടത്താൻ ആരെങ്കിലും ധൈര്യപ്പെടുമോ? എന്നാൽ ഒരാൾ അതിന് ധൈര്യപ്പെട്ടു. അയാൾ വെറുമൊരു കള്ളനായിരുന്നില്ല, മോഷണം ഒരു കലയായി കണ്ടിരുന്ന ഒരു പ്രതിഭയായിരുന്നു അയാൾ. ലിയോനാർഡോ നോട്ടർ ബാർട്ടോലോ. ഇദ്ദേഹം ഇറ്റലിയിലെ ടൂറിൻ നഗരത്തിൽ നിന്നുള്ള ഒരു പ്രൊഫഷണൽ മോഷ്ടാവായിരുന്നു. കുട്ടിക്കാലം മുതലേ മോഷണ രംഗത്ത് സജീവമായ ഒരാൾ. പക്ഷേ അയാളുടെ രീതികൾ വ്യത്യസ്തമായിരുന്നു. നല്ല വസ്ത്രം ധരിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്ന ഒരു മാന്യനായ ബിസിനസ്സുകാരനായിട്ടാണ് അയാൾ ആളുകളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുക. ഈ കപടവേഷമായിരുന്നു അയാളുടെ ഏറ്റവും വലിയ ആയുധം. ഒരു ജ്വല്ലറി കൊള്ളയടിക്കാൻ തീരുമാനിച്ചാൽ അയാൾ ആദ്യം അവിടെ ഒരു ഉപഭോക്താവായി ചെല്ലും. കടയുടമയുമായി സൗഹൃദം സ്ഥാപിക്കും. സംസാരത്തിനിടയിൽ കടയുടെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചും തന്ത്രപരമായി ചോദിച്ചു മനസ്സിലാക്കും.
ദിവസങ്ങൾക്കു ശേഷം ആ കട കൊള്ളയടിച്ച് അയാൾ അപ്രത്യക്ഷനാകും. 2000-ലാണ് ലിയോനാർഡോയുടെ ശ്രദ്ധ ആൻവേർപ്പിലെത്തുന്നത്. ലോകത്തിന്റെ വജ്ര തലസ്ഥാനത്ത് തന്നെ ഒരു കൈ നോക്കണമെന്ന് അയാൾ ഉറപ്പിച്ചു. പക്ഷേ അയാൾക്ക് ഒട്ടും ധൃതിയില്ലായിരുന്നു. ഒരു വ്യാജ ഇറ്റാലിയൻ വജ്രവ്യാപാരി എന്ന പേരിൽ 2000-ൽ അയാൾ ആൻവേർപ്പ് വേൾഡ് ഡയമണ്ട് സെന്ററിൽ ഒരു ഓഫീസ് വാടകയ്ക്കെടുത്തു. സ്വന്തം പേരിൽ നിയമപരമായി തന്നെ അയാൾ ആ കോട്ടയ്ക്കുള്ളിൽ കടന്നു. ഏകദേശം 3 വർഷത്തോളം അയാൾ അവിടെ ഒരു വ്യാപാരിയായി തുടർന്നു. മറ്റ് വ്യാപാരികളുമായും സുരക്ഷാ ഉദ്യോഗസ്ഥരുമായും നല്ല ബന്ധം സ്ഥാപിച്ചു. ഈ സമയം അത്രയും അയാൾ ആ കെട്ടിടത്തെ പഠിക്കുകയായിരുന്നു. ക്യാമറകൾ എവിടെയാണ്, ഉദ്യോഗസ്ഥർ എപ്പോൾ മാറും, നിലവറയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം അയാൾ രഹസ്യമായി കുറിച്ചുവെച്ചു. ഒരു വ്യാപാരി എന്ന നിലയിൽ അയാൾക്ക് നിലവറയിൽ ഒരു സേഫ് ഡെപ്പോസിറ്റ് ബോക്സും ലഭിച്ചു. ഇത് നിലവറയുടെ ഉള്ളിൽ നിയമപരമായി പ്രവേശിക്കാനും അവിടുത്തെ സാഹചര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും അയാൾക്ക് അവസരം നൽകി. പേനയിൽ ഒളിപ്പിച്ച ഒരു മൈക്രോ ക്യാമറ ഉപയോഗിച്ച് അയാൾ നിലവറയുടെ താക്കോലിന്റെ ചിത്രങ്ങൾ പകർത്തി. 3 വർഷത്തെ ഈ നിരീക്ഷണത്തിലൂടെ ആർക്കും ഭേദിക്കാനാവാത്ത ആ കോട്ടയുടെ ഘടന അയാൾ മനഃപ്പാടമാക്കി. ഇനി വേണ്ടത് ഈ കോട്ട തകർക്കാൻ കഴിവുള്ള ഒരു സംഘത്തെയായിരുന്നു. ലിയോനാർഡോ ഒരു ഒറ്റയാനായിരുന്നില്ല. ഇറ്റലിയിലെ കുറ്റവാളികൾക്കിടയിൽ ലാ സ്കോള ഡി ടോറിനോ അഥവാ ടൂറിനിലെ പാഠശാല എന്നറിയപ്പെടുന്ന ഒരു സംഘം അയാൾക്കുണ്ടായിരുന്നു. ആൻവെർപ്പ് ദൗത്യത്തിനായി തന്റെ ഏറ്റവും വിശ്വസ്തരായ 4 പേരെ അയാൾ തിരഞ്ഞെടുത്തു. ഒന്നാമൻ ജീനിയസ് എന്ന് വിളിക്കപ്പെടുന്ന എലിയോ ഡി ഒനോരിയോ. പേരുപോലെ തന്നെ ഇലക്ട്രോണിക് പൂട്ടുകളും അലാറം സിസ്റ്റങ്ങളും നിർവീര്യമാക്കുന്നതിൽ ഒരു പ്രതിഭയായിരുന്നു അയാൾ. രണ്ടാമൻ മോൺസ്റ്റർ എന്നറിയപ്പെട്ടിരുന്ന ഫെർഡിനാൻഡോ ഫിനോറ്റോ. പൂട്ടുകൾ തകർക്കുന്നതിലും കഠിനമായ ജോലികൾ ചെയ്യുന്നതിലും വിദഗ്ധൻ. മൂന്നാമൻ സ്പീഡി എന്ന പിയട്രോ തവാനോ, ലിയോനാർഡോയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്. എന്നാൽ എപ്പോഴും ഒരു പരിഭ്രാന്തി അയാളുടെ മുഖത്തുണ്ടായിരുന്നു. ഈ പരിഭ്രാന്തി പിന്നീട് കഥയുടെ ഗതിയെ തന്നെ മാറ്റിമറിക്കുമെന്ന് അന്ന് ആരും കരുതിയില്ല. ഇനി നാലാമൻ, അയാളാണ് ഈ കഥയിലെ ഏറ്റവും വലിയ നിഗൂഢത. കിങ് ഓഫ് കീസ് അഥവാ താക്കോലുകളുടെ രാജാവ്. ലോകത്തിലെ ഏതു പൂട്ടും തുറക്കാനും ഏത് താക്കോലിന്റെയും തനി പകർപ്പുണ്ടാക്കാനും കഴിവുള്ള ഒരു അജ്ഞാതൻ. ആൻവെർപ്പ് നിലവറയുടെ പകർത്താൻ ആർക്കും കഴിയില്ലെന്ന് വിശ്വസിച്ചിരുന്ന ആ താക്കോലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുകയായിരുന്നു അയാളുടെ ദൗത്യം. ഇന്നുവരെ ഈ താക്കോലുകളുടെ രാജാവ് ആരാണെന്ന് പോലീസിനോ ലോകത്തിനോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സൂത്രധാരൻ, ഒരു ഇലക്ട്രോണിക് വിദഗ്ധൻ, ഒരു മെക്കാനിക്കൽ വിദഗ്ധൻ, ഒരു സഹായി, പിന്നെ ഒരു നിഗൂഢനായ താക്കോൽ നിർമ്മാതാവ്. ഈ 5 അംഗ സംഘം ചരിത്രത്തിലെ ഏറ്റവും വലിയ കവർച്ചയ്ക്ക് തയ്യാറെടുത്തു. അടുത്ത 1.5 വർഷത്തോളം ലിയോനാർഡോയും സംഘവും ആ കവർച്ചയുടെ ഓരോ ഘട്ടവും സൂക്ഷ്മമായി ആസൂത്രണം ചെയ്തു. നിലവറയുടെ ഒരു തനി പകർപ്പ് നിർമ്മിച്ച് അവരവിടെ പരിശീലനം നടത്തി. ഓരോ സുരക്ഷാ സംവിധാനത്തെയും എങ്ങനെ മറികടക്കാമെന്ന് അവർ കണ്ടെത്തി. ലിയോനാർഡോ ഒരു വ്യാപാരിയായി നിലവറ സന്ദർശിച്ചിരുന്നപ്പോൾ പേനയിൽ ഒളിപ്പിച്ച മൈക്രോ ക്യാമറ ഉപയോഗിച്ച് താക്കോലിന്റെ ചിത്രങ്ങൾ പകർത്തിയിരുന്നു. ഈ ചിത്രങ്ങൾ ഉപയോഗിച്ച് കിങ് ഓഫ് കീസ് ആ താക്കോലിന്റെ തനി പകർപ്പ് നിർമ്മിച്ചു. വാതിലിലെ മാഗ്നറ്റിക് ഫീൽഡ് അലാറം നിർവീര്യമാക്കാൻ ജീനിയസ് അലുമിനിയം കൊണ്ട് നിർമ്മിച്ച ഒരു പ്രത്യേക ഷീൽഡ് ഉണ്ടാക്കി. ഇത് സെൻസറുകൾക്ക് മുകളിൽ ഘടിപ്പിച്ച് അലാറം മുഴങ്ങാതെ വാതിൽ തുറക്കാൻ അവർ പദ്ധതിയിട്ടു. നിലവറയ്ക്കുള്ളിലെ ഇൻഫ്രാറെഡ് ഹീറ്റ് സെൻസറുകളെ കബളിപ്പിക്കാൻ ലിയോനാർഡോ ഒരു വിചിത്രമായ വഴി കണ്ടെത്തി: ഹെയർ സ്പ്രേ. സെൻസറുകളിൽ കട്ടിയായി ഹെയർ സ്പ്രേ അടിക്കുമ്പോൾ അത് ഉണങ്ങി ഒരു പാളയായി രൂപപ്പെടുകയും സെൻസറിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിലയ്ക്കുകയും ചെയ്യും. നിലവറയുടെ സീലിംഗിൽ ഒരു ലൈറ്റ് സെൻസർ ഉണ്ടായിരുന്നു. ആരെങ്കിലും ലൈറ്റ് ഇട്ടാൽ അലാറം മുഴങ്ങും. പൂർണ്ണമായ ഇരുട്ടിൽ ആ സെൻസറിന് മുകളിൽ കടുത്ത ടേപ്പ് ഒട്ടിച്ച് അതിനെ നിർവീര്യമാക്കാൻ അവർ തീരുമാനിച്ചു. കവർച്ചയ്ക്ക് ശേഷം സെക്യൂരിറ്റി കൺട്രോൾ റൂമിൽ കയറി CCTV റെക്കോർഡിംഗുകൾ അടങ്ങിയ ടേപ്പുകൾ മോഷ്ടിക്കാനും അവർ പദ്ധതിയിട്ടു. ഓരോ നീക്കവും കൃത്യമായി പ്ലാൻ ചെയ്ത് മാസങ്ങൾ നീണ്ട പരിശീലനത്തിന് ശേഷം ആ ദിവസം വന്നെത്തി. 2003 ഫെബ്രുവരി 15, ഒരു ശനിയാഴ്ച. ഡയമണ്ട് സെന്റർ അടഞ്ഞു. നഗരം വാരാന്ത്യത്തിന്റെ ആലസ്യത്തിലേക്ക് വീണു. ചരിത്രത്തിലെ ഏറ്റവും വലിയ കവർച്ചയ്ക്ക് അരങ്ങൊരുങ്ങുകയായിരുന്നു. 2003 ഫെബ്രുവരി 15 രാത്രി ലിയോനാർഡോയും സംഘവും ഡയമണ്ട് സെന്റർ കെട്ടിടത്തിന്റെ പാർക്കിംഗ് ഗ്യാരേജിലൂടെ അകത്തു കടക്കുന്നു. അവർ നേരെ നിലവറയുടെ അടുത്തേക്ക് പോയി. കിങ് ഓഫ് കീസ് നിർമ്മിച്ച താക്കോൽ ഉപയോഗിച്ച് ലിയോനാർഡോ പൂട്ടുകളിലൊന്ന് തുറന്നു. വർഷങ്ങൾ നീണ്ട നിരീക്ഷണത്തിനിടയിൽ
രഹസ്യമായി പകർത്തിയ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് അവർ കോമ്പിനേഷൻ ലോക്കിന്റെ കോഡും കണ്ടെത്തിയിരുന്നു. വാതിലിന്റെ പൂട്ടുകൾ തുറന്നെങ്കിലും മാഗ്നറ്റിക് അലാറം സിസ്റ്റം പ്രവർത്തനക്ഷമമായിരുന്നു. ജീനിയസ് മുന്നോട്ടു വന്ന് തങ്ങൾ തയ്യാറാക്കിയ അലുമിനിയം ഷീൽഡ് സെൻസറുകൾക്ക് മുകളിൽ സ്ഥാപിച്ചു. കാന്തിക വലയം നിർവീര്യമായി. ഒരു ശബ്ദവുമുണ്ടാക്കാതെ ആ 3 ടൺ ഭാരമുള്ള വാതിൽ പതിയെ തുറന്നു. അവർ നിലവറയുടെ ഉള്ളിലേക്ക് കടന്നു. പൂർണ്ണമായി ഇരുട്ട്. മുൻകൂട്ടി പദ്ധതിയിട്ടതുപോലെ ഹീറ്റ് സെൻസറുകളിൽ ഹെയർ സ്പ്രേ അടിച്ചിരുന്നതിനാൽ അവ പ്രവർത്തിച്ചില്ല. അവർ ലൈറ്റ് സെൻസറിന് മുകളിൽ കറുത്ത ടേപ്പ് ഒട്ടിച്ചു. ഇനി അവർക്ക് ചെറിയ വെളിച്ചത്തിൽ ജോലി ചെയ്യാം. അടുത്ത ഉദ്യമം 189 സേഫ് ഡെപ്പോസിറ്റ് ബോക്സുകളിൽ നിന്ന് തിരഞ്ഞെടുത്തവ തുറക്കുകയെന്നതായിരുന്നു. മോൺസ്റ്റർ ഫിനോറ്റോ ഒരു പ്രത്യേക ഉപകരണം ഉപയോഗിച്ച് ഓരോ ബോക്സിന്റെയും പൂട്ടുകൾ തകർക്കാൻ തുടങ്ങി. വിലപിടിപ്പുള്ള വജ്രങ്ങൾ സൂക്ഷിക്കാൻ സാധ്യതയുള്ള 109 ബോക്സുകൾ അവർ തിരഞ്ഞുപിടിച്ചു തുറന്നു. അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നത് വജ്രങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയായിരുന്നു. വജ്രങ്ങൾ, സ്വർണം, ആഭരണങ്ങൾ, പണം. അവർ അതെല്ലാം ബാഗുകളിലാക്കി. ഏകദേശം $100 മില്യൺ വിലമതിക്കുന്ന മുതൽ. ജോലി കഴിഞ്ഞ് രക്ഷപ്പെടും മുൻപ് അവർ സെക്യൂരിറ്റി കൺട്രോൾ റൂമിൽ കയറി CCTV ടേപ്പുകൾ കൈക്കലാക്കി. അതോടെ അവർ അവിടെ വന്നതിനോ പോയതിനോ ഒരു ദൃശ്യപരമായ തെളിവും ഇല്ലാതെയായി. അവർ വന്ന വഴിയിലൂടെ തന്നെ ആരും കാണാതെ പുറത്തേക്ക് കടന്നു. ലിയോനാർഡോയും സംഘവും ആ രാത്രി ഒരു സമ്പൂർണ്ണ വിജയം ആഘോഷിച്ചു. അതൊരു പെർഫെക്റ്റ് ക്രൈം ആയിരുന്നു. അല്ലെങ്കിൽ അവർ അങ്ങനെ വിശ്വസിച്ചു. തിങ്കളാഴ്ച രാവിലെ ഫെബ്രുവരി 17 ഒരു വജ്രവ്യാപാരി തന്റെ ബോക്സ് തുറക്കാനായി നിലവറയിലെത്തിയപ്പോഴാണ് കവർച്ചയുടെ വിവരം പുറം ലോകം അറിയുന്നത്. നിലവറയുടെ തറയിൽ ചിതറിക്കിടക്കുന്ന കാലിയായ പെട്ടികൾ. അയാൾ ഉറക്കെ നിലവിളിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ വജ്രക്കൊള്ള നടന്നിരിക്കുന്നു എന്ന് ലോകം തിരിച്ചറിഞ്ഞു. ബെൽജിയൻ പോലീസ് സ്ഥലത്തെത്തി. പക്ഷെ അവർക്ക് എവിടെ നിന്ന് തുടങ്ങണമെന്ന് ഒരു പിടിയുമുണ്ടായിരുന്നില്ല. വിരലടയാളങ്ങളില്ല, CCTV ദൃശ്യങ്ങളില്ല, ഒരു തെളിവുമില്ല. പോലീസ് ഇരുട്ടിൽ തപ്പുകയായിരുന്നു. പക്ഷേ ആൻവെർപ്പിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ അകലെ ഒരു വലിയ വഴിത്തിരിവ് സംഭവിക്കാൻ പോവുകയായിരുന്നു. കവർച്ചയ്ക്ക് ശേഷം ലിയോനാർഡോയും സ്പീഡിയും തെളിവുകളടങ്ങിയ ഒരു ബാഗ് ആളൊഴിഞ്ഞ ഒരിടത്ത് കത്തിച്ചു കളയാനായി പുറപ്പെട്ടു. എന്നാൽ കാറിൽ പോകുമ്പോൾ സ്പീഡിക്ക് പരിഭ്രാന്തിയായി. പോലീസിനെക്കുറിച്ചുള്ള ഭയം അയാളെ കീഴ്പ്പെടുത്തി. അയാളുടെ നിർബന്ധപ്രകാരം അവർ ആ തെളിവുകൾ നിറച്ച ബാഗ് ഹൈവേയുടെ അടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതായിരുന്നു ആ കവർച്ചയിലെ ഏക പിഴവ്. ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും വില കൊടുക്കേണ്ടി വന്ന പിഴവ്. അടുത്ത ദിവസം ആ കുറ്റിക്കാടിന്റെ ഉടമയായ അഗസ്റ്റിൻ വാൻ ക്യാമ്പ് എന്നയാൾ തന്റെ പറമ്പിൽ ആരോ മാലിന്യം വലിച്ചെറിഞ്ഞത് കണ്ട് പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് ആ ബാഗ് തുറന്നു പരിശോധിച്ചപ്പോൾ അവർ ഞെട്ടി. അതിനുള്ളിൽ ആൻവെർപ്പ് ഡയമണ്ട് സെന്ററിന്റെ പേരിലുള്ള കവറുകൾ, കാലിയായ വജ്രപ്പെട്ടികൾ, പിന്നെ പകുതി കഴിച്ച ഒരു സലാമി സാൻഡ്വിച്ച്. ആ സലാമി സാൻഡ്വിച്ച് എന്ന നിസ്സാരമായ തെളിവ് കവർച്ചയുടെ ചുരുളഴിക്കാൻ പോലീസിനെ സഹായിച്ചു. ഫോറൻസിക് വിദഗ്ധർ ആ സാൻഡ്വിച്ചിൽ നിന്ന് DNA വേർതിരിച്ചെടുത്തു. ആ DNA ഇറ്റലിയിലെ അറിയപ്പെടുന്ന മോഷ്ടാവായ ലിയോനാർഡോ നോട്ടർ ബാർട്ടോലോയുടേതായിരുന്നു. പോലീസ് അയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ അവർ വീണ്ടും ഞെട്ടി. ലിയോനാർഡോ ഡയമണ്ട് സെന്ററിൽ ഓഫീസ് വാടകയ്ക്ക് എടുത്തിട്ടുള്ള ഒരു വജ്രവ്യാപാരി കൂടിയാണ്. ഇതിനിടയിൽ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ താൻ നിരപരാധിയാണെന്ന് എല്ലാവരെയും ബോധ്യപ്പിക്കാനായി ലിയോനാർഡോ ആൻവേർപ്പിലേക്ക് തിരികെ വരാൻ തീരുമാനിച്ചു. കവർച്ചയെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരു സാധാരണക്കാരനെ പോലെ. കവർച്ച നടന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം ലിയോനാർഡോ ആൻവേർപ്പ് ഡയമണ്ട് സെന്ററിലേക്ക് നടന്നുകയറി. കവർച്ചയ്ക്ക് ശേഷം എല്ലാ വ്യാപാരികളും ഓടിയെത്തിയപ്പോൾ വരാതിരുന്നത് ലിയോനാർഡോ മാത്രമായിരുന്നു. ഇത് അദ്ദേഹത്തിനെതിരെയുള്ള സംശയം ഊട്ടിയുറപ്പിച്ചു. കെട്ടിടത്തിന്റെ മാനേജർ ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിച്ചു. നിമിഷങ്ങൾക്കകം പോലീസ് പാഞ്ഞെത്തി. താൻ ഒരുക്കിയ കെണിയിൽ താൻ തന്നെ വീണു എന്ന് മനസ്സിലാക്കിയ ലിയോനാർഡോ നിശബ്ദനായി കീഴടങ്ങി. ലിയോനാർഡോയുടെ അറസ്റ്റിനു ശേഷം വലിച്ചെറിഞ്ഞ ബാഗിൽ നിന്ന് കിട്ടിയ മറ്റു തെളിവുകൾ വെച്ച് പോലീസ് സംഘത്തിലെ മറ്റംഗങ്ങളെയും കണ്ടെത്തി അറസ്റ്റ് ചെയ്തു. ആ സംഘത്തിൽ ഒരാൾ മാത്രം പിടിയിലായില്ല. താക്കോലുകളുടെ രാജാവ്. അയാൾ അന്നും ഇന്നും ഒരു നിഗൂഢതയായി തുടരുന്നു. ലിയോനാർഡോയുടെയും സംഘത്തിന്റെയും വിചാരണ ബെൽജിയത്തിൽ വലിയ വാർത്തയായി. 2005 കോടതി വിധി വന്നു. ലിയോനാർഡോ നോട്ടർ ബാർട്ടോലോയ്ക്ക് 10 വർഷം തടവു ശിക്ഷയും മറ്റു 3 പേർക്ക് 5 വർഷം വീതവും തടവ് ലഭിച്ചു. പക്ഷേ ഇവിടെയാണ്
കഥയ്ക്ക് മറ്റൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. ജയിലിൽ വെച്ച് വയേർഡ് മാഗസിന് നൽകിയ അഭിമുഖത്തിൽ ലിയോനാർഡോ ഒരു വിചിത്രമായ കഥ ലോകത്തോട് പറഞ്ഞു. അയാളുടെ വാദം ഇതായിരുന്നു: ഈ കവർച്ച താൻ ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്തതല്ല. ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടി ഒരു വജ്രവ്യാപാരി തന്നെ ഇതിനായി വാടകയ്ക്കെടുത്തതാണ്. മോഷ്ടിക്കപ്പെട്ട വജ്രങ്ങളുടെ യഥാർത്ഥ മൂല്യം $20 മില്യൺ മാത്രമായിരുന്നു. ബാക്കിയെല്ലാം ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് ഭീമമായ തുക ക്ലെയിം ചെയ്തെടുക്കാൻ വേണ്ടി വ്യാപാരികൾ പെരുപ്പിച്ചു കാണിച്ചതാണ്. ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം ഇതായിരുന്നു: കവർച്ച നടന്ന രാത്രിയിൽ നിലവറയുടെ സുരക്ഷാ സംവിധാനങ്ങൾ പലതും പ്രവർത്തനരഹിതമായിരുന്നു എന്ന് ലിയോനാർഡോ പറയുന്നു. തങ്ങൾക്കു വേണ്ടി ആരോ മനഃപൂർവ്വം അത് ഓഫ് ചെയ്തു വെച്ചതാണ്. ലിയോനാർഡോ ഈ പറയുന്നത് സത്യമാണോ, അതോ ശിക്ഷ കുറയ്ക്കാനും പോലീസിനെ വഴിതെറ്റിക്കാനും അയാൾ മെനഞ്ഞെടുത്ത ഒരു കഥയാണോ? അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലിയോനാർഡോയുടെ വാദങ്ങൾക്ക് തെളിവുകൾ കണ്ടെത്താനായില്ല. അതുകൊണ്ട് തന്നെ അവർ ആ കഥ തള്ളിക്കടന്നു. എന്നാൽ ഈ വാദങ്ങൾ കവർച്ചയുടെ നിഗൂഢത വർദ്ധിപ്പിച്ചു. ലിയോനാർഡോ ശിക്ഷ കഴിഞ്ഞ് 2017 പൂർണ്ണമായും ജയിൽ മോചിതനായി. ഇന്ന് അയാൾ ഇറ്റലിയിൽ ഒരു സാധാരണ ജീവിതം നയിക്കുന്നു. പക്ഷെ ഈ കഥയിലെ ഏറ്റവും വലിയ ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്: ആ $100 മില്യൺ വിലമതിക്കുന്ന വജ്രങ്ങൾ എവിടെ? മോഷ്ടാക്കളെ പിടികൂടി വർഷങ്ങളോളം ജയിലിലിട്ട് എന്നിട്ടും ഒരു വജ്രം പോലും കണ്ടെടുക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. ഇതിനെക്കുറിച്ച് പല സിദ്ധാന്തങ്ങളും നിലവിലുണ്ട്. കവർച്ചയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ആ വജ്രങ്ങൾ കരിഞ്ചന്തയിൽ വിറ്റഴിച്ചു കാണാം. സംസ്കരിക്കാത്ത വജ്രങ്ങളായതിനാൽ അവയെ തിരിച്ചറിയുക എളുപ്പമായിരുന്നില്ല. ലിയോനാർഡോയും സംഘവും ആ വജ്രങ്ങൾ എവിടെയോ അതീവ രഹസ്യമായി കുഴിച്ചിട്ടിരിക്കാം. ലിയോനാർഡോയുടെ വാദം സത്യമാണെങ്കിൽ അയാളെ വാടകയ്ക്കെടുത്ത ആ നിഗൂഢ വ്യാപാരി തന്നെയാവാം വജ്രങ്ങൾ കൈക്കലാക്കിയത്. സത്യമെന്താണെന്ന് ഇന്നും ആർക്കും അറിയില്ല. ആൻവെർപ്പ് വജ്രക്കൊള്ള എന്നത് ബുദ്ധിയുടെയും ആസൂത്രണത്തിന്റെയും ഒപ്പം ഒരു ചെറിയ പിഴവിന്റെയും കഥയാണ്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ കോട്ട ഭേദിക്കാൻ കഴിഞ്ഞ ഒരു മനുഷ്യന്റെ പ്രതിഭയുടെ കഥ. എന്നാൽ എല്ലാത്തിനുമൊടുവിൽ അത് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യത്തിന്റെ കഥ കൂടിയാണ്. മോഷ്ടാക്കൾ പിടിക്കപ്പെട്ടു, പക്ഷേ തൊണ്ടി മുതൽ അപ്രത്യക്ഷമായി. വർഷങ്ങൾക്കിപ്പുറവും ആൻവേർപ്പിലെ ആ തെരുവുകളിൽ, വജ്രവ്യാപാരികളുടെ സംസാരങ്ങളിൽ ആ ചോദ്യം മുഴങ്ങുന്നുണ്ടാവാം. $100 മില്യൺ വിലമതിക്കുന്ന ആ വജ്രങ്ങൾ ശരിക്കും ഇവിടെ പോയി? ഒരുപക്ഷെ ആ രഹസ്യം ലിയോനാർഡോയോടൊപ്പം എന്നേക്കുമായി മൺമറഞ്ഞേക്കാം. സത്യമെന്തായാലും ആൻവെർപ്പ് വജ്രക്കൊള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ പൂർത്തിയാകാത്ത കുറ്റാന്വേഷണ കഥയായി ഇന്നും നിലനിൽക്കുന്നു. കൗശലവും നിഗൂഢതയും നിറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ കഥകൾ കേൾക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കവർച്ചയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. കഥ തുടരും.